നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. വെൽക്കം ടു മൈ ഹോം ടൂർ. കം. ഹായ്. അപ്പോൾ നമ്മുടെ ഹോം ടൂറിലേക്ക് സ്വാഗതം. എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ലിറ്ററലി നിങ്ങളുടെ ഹോം ടൂർ കാണിക്കാവോ എന്ന് ഞാനിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയതാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കയറി വരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട വ്യൂ ആണ്. കയറി വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു വാഷ്റൂമുണ്ട്. ഇവിടെ ഞാനൊരു ചെടി മണി പ്ലാന്റ് ഒരു ചെടി വെച്ചിട്ടുണ്ട്. ചെടി തകർത്തും വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇന്ന് നോക്കി എവിടെയൊക്കെ പൊട്ടലുള്ളതെന്ന്. കയറി വരുന്ന ഇവിടെ കേട്ടോ. ഡോറ് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു വാഷ്റൂമുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നൊരു വാഷ്റൂമാണ് ഇത്. കമോൺ. വാഷ്റൂമാണ് ഗസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ വാഷ്റൂമാണ് വരുമ്പോൾ. നമ്മൾ 2 ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂ റാക്കിൽ ഇത് നമ്മുടെ ജസ്റ്റി മോൻ്റെ ഷൂസാണ് മൊത്തം. കണ്ട് നിങ്ങൾ ഞെട്ടും. ഒരു വ്ളോഗിയാളുണ്ട്. ഇത് ജസ്റ്റിയുടെ ഷൂ വെച്ചേക്കുന്നു. ഇത് മുഴുവൻ പാവം പിടിച്ച എൻ്റെ ഷൂസ്. എന്നാൽ ആരാണ്ട് വെച്ചു ഷൂവിൻ്റെ കളക്ഷൻ കാണിക്കാവുന്ന. അധികം കാണിക്കാൻ മാത്രമുള്ള കളക്ഷൻസ് ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇത് നിറച്ച് കൂളിംഗ് ഗ്ലാസ്. മമ്മൂട്ടിക്ക് ശേഷം കൂളിംഗ് ഗ്ലാസ്സിന് ഹോബിയുള്ള ഒരേ ഒരാൾ നമ്മുടെ ജസ്റ്റ് പോരാട്ടോ. പിന്നെ ഞാനും. പിന്നെ ഇത് വരുന്നത് ജേഡുവിൻ്റെ ഷൂ റാക്ക്. ഇത് കണ്ടോ, ഇതാണ് കുഞ്ഞ് ജേഡുവിൻ്റെ ഷൂ റാക്ക്. പിന്നെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ആരെങ്കിലും ഒന്ന് കോളിംഗ് ബെൽ അടിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ഇതൊന്ന് വീശും. റൂം ഫ്രഷ്നർ. കാരണം മീനൊക്കെ വറുത്ത മണം ഉണ്ടേലേ. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് മണം വരുമോ അറിയത്തില്ല. അപ്പോൾ ഇതാണ് ആ സാധനം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നത് ഇവിടെ ഒരു ഫ്രഷ്നർ. കമോൺ. ഇനി ഇവിടുന്ന് നേരെ വരുമ്പം റൈറ്റ് സൈഡിൽ രണ്ടാമത് വരുന്നത് നമ്മുടെ ലിവിങ് റൂം. കമോൺ. ഗസ്റ്റുകളെ ലിവിങ് റൂമിലോട്ട് വിളിച്ച് സ്വീകരിച്ചിരുത്തണമെന്നാണ് മലയാളികളുടെ ആതിഥ്യം. വരൂ, കടന്നു വരൂ, ഇരിക്കൂ. ഇതാണ് എൻ്റെ ലിവിങ് റൂം കേട്ടോ. ഇത് അപ്പോൾ കയറി വരുന്നത് ഒരു ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലാറ്റ് ലൈഫിന് അറിയാമല്ലോ. ഓഫ് കോഴ്സ് ഡൈനിങ് റൂം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒന്നുമില്ല. പോച്ചനും ചേസ്തുന്നത് ഇവിടെയാണ്, ഇക്കടെ ഇരുന്നിട്ട്. അപ്പോൾ ഇത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മൾ ടി വി കാണുന്നത് ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് അല്ലേ. ഇതാണ് എനിക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇവിടെ കേട്ടോ, എൻ്റെ ലിവിങ് റൂം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്താ പറയുന്നത്, വലിയ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല, എന്നാലും എന്നെക്കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കയറി വരുന്നിടത്ത് ഡൈനിങ് ടേബിൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയൊരു വൃന്ദാവൻ ഗാർഡൻ. കുറച്ച് ആക്രൂക്രി ചെടികളൊക്കെ. ഇത് ജെന്നി കാണുവാണെങ്കിൽ ജെന്നി ഈ പ്ലാന്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ജെന്നിയാണ് കേട്ടോ. ജെന്നി അമേരിക്കയ്ക്ക് പോയി. ജെന്നിയുടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഓർത്താൻ പറ്റിയില്ല. ഇതാണ് കുറച്ച് എൻ്റെ ചെടികളും കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഗ്രോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രെയർ ഏരിയ വരുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ബൈബിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നാളെ ആരാണ്ട് വെച്ചത് ഈ സ്റ്റാൻഡ് ഇവിടെ വന്ന് വാങ്ങിച്ചത്. ഇത് പുൽപ്പേന്ന് വാങ്ങിച്ചാൽ, കാഞ്ഞിരപ്പള്ളി പുൽപ്പേൽ ഈ സ്റ്റാൻഡ്. അപ്പം ഇത് കണ്ടില്ലേ, ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ക്യാമറ ഉണ്ട്. നിങ്ങൾ ഫുൾ ടൈം CCTV ക്യാമറ സർവലൻസിലാണ്. എല്ലായിടത്തും ഫുള്ള് ക്യാമറ കേട്ടോ. കുരുത്തംകട്ടവൻ ഉള്ളതുകൊണ്ട് ക്യാമറ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് TV യൂണിറ്റ് ഈ സൈഡിലോട്ട്. ഇതാണ് TV യൂണിറ്റുകൾ. ഇവിടെ നമ്മൾ TV കാണുന്നു. ഇവിടെ നമ്മൾ ഫുൾ ടൈം സിനിമ കാണുന്നു. ഈ ഒരു യന്ത്രം ഞാൻ പ്രവർത്തിപ്പിക്കാറുമില്ല. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, ഈ യന്ത്രം എനിക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയത്തുമില്ല. ഇവിടെ ജസ്റ്റിൻ ജേഡുവും മാത്രമാണ് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. ഇതുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, ഫോണെ കുത്തിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അവിടെയാണ് ജേഡുവിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വെട്ടിക്കളഞ്ഞു. അവൻ ഉരച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേതാ ജേഡു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതാ ജേഡു. ഇത് KG1 കേട്ടോ. കുഞ്ഞു ജേഡുവിന്റെ ഫോട്ടോ ഇത്. ബാക്കി ഇത് ലുക്മാൻ അല്ലേ ഇരിക്കുന്നേ അല്ലേ? ലുക്മാൻ കുഞ്ഞു ജേഡുവിനെ കണ്ടോ? ടൺ. എന്നെ കണ്ടോ? സത്യസായിബാബയുടെ കുഞ്ഞനുജത്തിയാന്ന് പറയും. തലമുടി കണ്ടോ? അങ്ങനെ ഒരു രൂപ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്കൊന്നും ഒത്തിരി പഴയതാണ്. പക്ഷെ കോവിഡിൻ്റെ സമയത്തല്ലേ അത്.
കൊറോണയുടെ സമയത്തെ ഫോട്ടോ അത്. പിന്നെ വരുന്നത് ഇത് ഈ ഒരു സൈഡിലോട്ട്. ഇവിടെ എല്ലായിടത്തും നോക്കിയാൽ നിങ്ങൾക്ക് ഡൈനോസറിനെ കാണാം. കാരണം ഡൈനോസറാണ് ജേഡുവിൻ്റെ ദേശീയ മൃഗം. അതുകൊണ്ട് വീടിൻ്റെ എല്ലാ സൈഡിലും ഡൈനോസർ. അതെ അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ എങ്ങാണ്ട് വേറെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ TV യൂണിറ്റ്, അവൻ്റെ ഗെയിം യൂണിറ്റ്, ജേഡുവിൻ്റെയും ജെസ്സിയുടെയും ഗെയിം യൂണിറ്റ് സാധനങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡ് വരുന്നത്, ഈ സൈഡിൽ നിന്നാൽ നമ്മുടെ കോർണിഷ് തൊട്ട് അങ്ങ് ഹുദ്രിയ തായ്ലൻഡ് തൊട്ട് കോർണിഷ് വരെ കാണാം. ഈ താഴെ കാണുന്നത് നമ്മുടെ സൺറൈസ് സ്കൂളാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വില്ലാസാണ് വരുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചു ലിറ്റിയുടെ ചെടികളും ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന്. എൻ്റെ പ്ലാന്റ്സ് ടൂർ ഞാൻ വേറെ ദിവസമായിട്ട് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കോർണറിലും ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവിങ് റൂം. ഞാൻ ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി, നമ്മുടെ 2 BHK ഫ്ലാറ്റാണ് കേട്ടോ. 2 BHK ഫ്ലാറ്റ്, പിന്നെ 2 വാഷ്റൂം, പിന്നെ ഒരു കിച്ചൺ വിത്ത് ബാൽക്കണി, ഒരു ബാൽക്കണിയും കൂടെ ഉള്ള ഫ്ലാറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. 12 വർഷമായിട്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. നമുക്കിവിടെ വിട്ട് ഒരിടത്തോട്ടും പോകാൻ തോന്നിയിട്ടില്ല കേട്ടോ. ജേഡിക്കുട്ടൻ്റെ ഫോട്ടോസ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ഫ്ലാറ്റാണ്. രാജാ രവിവർമ്മ ചിത്രങ്ങൾ പോലെ ബാക്കി ചുവർ ചിത്രങ്ങൾ. ഇതിനകത്ത് ചിലരുടെ ഒന്നും കല്യാണ ഫോട്ടോ കണ്ട് നിങ്ങളാരും ഞെട്ടരുത്. ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥനെയും ഗൃഹനായികയും. 10-24 വയസ്സ് കല്യാണം കഴിഞ്ഞ് ചെറുപ്പക്കാരായ 2 കുട്ടികൾ, പിഞ്ച് ഹൃദയങ്ങൾ. പിന്നെ ജേഡുവിൻ്റെ ഫോട്ടോ. ആരാണ്ട് പറഞ്ഞു എന്നെ ചുരിദാറിട്ട് കണ്ടിരുന്നത്. ജസ്റ്റ് ആരോ പറഞ്ഞ് എന്നെ ചുരിദാറിട്ട് കണ്ടിട്ടില്ലെന്നതേ കണ്ടു. ചുരിദാറിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ചുരിദാറിട്ട് നിൽക്കുന്നത്. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമൊക്കെ ഞാൻ ചുരിദാർ ഇടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണത്തില്ലേ, മണിപ്പാലി കാരണം. ഇതാണ് നമ്മളുടെ ലിവിങ് റൂം വരുന്നത്. വലിയ ഫ്ലാറ്റോ വലിയ വീടോ ഒന്നും അല്ല കേട്ടോ. സാധാരണ മനുഷ്യർ താമസിക്കുന്ന 2 BHK ഫ്ലാറ്റാണ്. പിന്നെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഇന്നാളൊക്കെ ആരാണ്ട് ചോദിച്ചു എത്രയാണെന്ന്. നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ഇവിടെ എയർപോർട്ട് റോഡിൽ അൽവാദ മോളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. നിയർ ടു ഓപ്പോസിറ്റ് അൽവാദ മോൾ എന്ന് പറയാൻ പറ്റത്തില്ല, അൽവാദ മോൾ ആ സൈഡാണ്. നിയർ ടു അൽവാദ മോൾ, ഓപ്പോസിറ്റ് സെൻട്രോ എയർപോർട്ട് റോഡിലാണ്. ഇപ്പുറത്തെ സൈഡിൽ സൺറൈസ് സ്കൂളാണ്. നമുക്ക് റെൻറ്റ് വരുന്നത്, ഇത് നമ്മൾ റെൻറ്റലാണ്. ഓഫ്കോഴ്സ് അത് ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ സ്വന്തം ഫ്ലാറ്റിൽ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നതാണ് മാസാമാസം. നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് പെർ ഇയർ നമ്മൾ 60K അല്ലേ 60K ആണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്. നമ്മളിപ്പോൾ 13 വർഷമായുണ്ട്. പുതുതായിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു 65 അല്ല 65 to 70 ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഫ്ലാറ്റിന് ഇവർ വാങ്ങിക്കുന്നത്. അതൊക്കെയാണ്. ഇപ്പം മന്ത്ലി എത്ര പേയ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റിനൂടെ കുറവാണ് അല്ലേ. ഓരോ വർഷം ചിന്തിക്കും അടുത്ത പ്രാവശ്യം റിന്യൂവൽ ആകുമ്പോഴത്തേന് ഫ്ലാറ്റ് മാറണമെന്ന്. പക്ഷെ നമ്മൾ മാറിയിട്ടില്ല. അപ്പം ലിവിങ് റൂം കഴിഞ്ഞില്ലേ, ലിവിങ് റൂം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകുന്നതാണ് എങ്ങോട്ട് വരൂ. ഇനി ബെഡ്റൂമും കിച്ചനുമാണ്. സാധാരണ ഇവിടുത്തെയൊക്കെ അബുദാബിയിലെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുന്ന ഒരു പ്രത്യേകത, നമ്മൾ കയറി വരുന്നത് കിച്ചനായിരിക്കും. റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നോർമലി എല്ലായിടത്തും കിച്ചനായിരിക്കും. ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ ബാത്റൂമും ലെഫ്റ്റ് സൈഡിൽ കിച്ചനുമായിട്ട്. നമുക്ക് പക്ഷേ അത് വലിയ താല്പര്യമാണ് കേട്ടോ. എനിക്ക് ഈ ഫ്ലാറ്റിൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്, കയറി വരുന്നിടത്ത് കിച്ചൻ ഇല്ല. മിക്കയിടത്തും കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാത്റൂമായിട്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ കയറി വരുന്നത് കിച്ചൺ അല്ല. ഈ ഫ്ലാറ്റിന് മൊത്തം, ഈ ബിൽഡിങ്ങിന് മൊത്തം കയറി വരുന്നത് വാഷ്റൂം ആണെന്നേ ഉള്ളൂ. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇങ്ങനെ കയറി വരുന്നു. ലിവിങ് റൂം കഴിഞ്ഞു. ഇനി അടുത്ത റൂമുകളിലേക്ക്. ഈ കയറി വരുന്നിടത്ത് ഇവിടെ എല്ലാം ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. വെക്കാന്നിടത്ത് ഇവിടെ ഒന്നും സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ വളർച്ച മുരടിച്ച് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഒരു പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കേട്ടോ. ഇത് ഞാൻ തേക്കിൻ്റെ മരം നട്ടിട്ടുണ്ട്, വെട്ടി വിൽക്കണം വലുതാകുമ്പോൾ. ഇത് എൻ്റെ തേക്ക് നിൽക്കുന്നു. ഇവിടെ ഞാൻ കുറച്ച് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റൊക്കെ വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രാൻസിസ് പാപ്പ അബുദാബി കത്തീഡ്രലിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. നമ്മുടെ പോൾ ഹിൻഡർ ബിഷപ്പും ഫ്രാൻസിസ് മാർപ്പാപ്പയും. അതിൻ്റെ ഒരു കലണ്ടറാണ്, ഞാനത് കളയാതെ വെച്ചേക്കുന്ന. എനിക്കിഷ്ടമുള്ള 2 പേരാണ്. എനിക്ക് 2 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബെഡ്റൂമിലോട്ടും കിച്ചണിലോട്ടുള്ള ആക്സസ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ 2 ബെഡ്റൂം. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാസേജ് പോലെ കേട്ടോ. ഇങ്ങനൊരു പാസേജ് വരുന്നുണ്ട്. ഇവിടെ
ഇച്ചിരി നല്ല സ്പേഷ്യസ് ഉള്ളതുകൊണ്ട് ഈ ഫ്രിഡ്ജ് നമ്മുടെ കിച്ചണിൽ പോകത്തില്ല. ഒന്നാമത്തെ കാര്യം ഇച്ചിരി വലിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് കിച്ചൻ്റെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് കൊടുത്തത് ഈ ഫ്രിഡ്ജ് പോകത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മുട്ടക്കാട്ടൻ ഫ്രിഡ്ജിനെ ഇവിടെ വെച്ചു. നമ്മൾ വലിയ റിച്ച് ഫാമിലി ആയതുകൊണ്ട് 2 ഫ്രിഡ്ജുണ്ട്. ജഗതി റെസിഡൻറ്റ് പറയല്ലേ, 1 ലോഡ് ശവം വീഴും. എത്ര ലോഡ്? 2 ലോഡ് എന്ന് പറഞ്ഞാൽ 2 ഫ്രിഡ്ജ്. അതിലൊന്നാ ഇത്. ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യുന്നത്. ഇത് മുഴുവൻ നമ്മുടെ ചൂണ്ട സാധനങ്ങളാണ്. അത് നിങ്ങളൊക്കെ അറിയില്ലല്ലോ, നമ്മൾ ഭയങ്കര മീൻപിടുത്തക്കാരാണ്. നമ്മുടെ ഫിഷിംഗ് ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പോകുന്നതിന്. തണുപ്പൊക്കെ ആയിട്ട് പോയിട്ടില്ല. ജസ്റ്റ് ഭയങ്കര മീൻപിടുത്തക്കാരനാണ് കേട്ടോ നമ്മൾ മൊത്തം ഫാമിലി. ഇനി ആ വീഡിയോ കാണാം. പക്ഷെ ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ല, ഇവിടുത്തെ മിസൈൽ ആക്രമണമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇനി ചൂണ്ടിടിയിൽ അത് ചൂണ്ട സാധനങ്ങളാണ്. പിന്നെ ഇത് വന്നേക്കുന്നത് വെള്ളം വാങ്ങിച്ച് സ്റ്റോർ ചെയ്തേക്കുന്നത്. നമ്മളെപ്പോഴും ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം ബോക്സിനകത്ത് അലൈൻ്റെയും മസാഫയുടെയും വെള്ളം വന്നേക്കുന്നത്. ആഴ്ച അവർ വന്ന് റീഫിൽ ചെയ്യും. പിന്നെ ഈ വെള്ളമാണ് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം വന്നേക്കുന്നത്. അതൊരു ഗ്യാലൻ വന്നിട്ടുണ്ട്. അകത്താണ് ആ കിച്ചനകത്താണ്. പക്ഷെ അവിടെ വെക്കാനിടയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ജെയ്ഡുമോൻ്റെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പുത്രൻ ജെയ്ഡുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇതേ ഇരിക്കുന്നു കുറേ പൊക്കിമോൻ കാർഡുമായിട്ട് പുള്ളി ഇവിടെ ഇരിക്കും. അമ്മേ, ഇത് പൊക്കിമോൻ കാർഡല്ലേ? അതങ്ങനെ പറയുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇത് നമ്മുടെ ജെയ്ഡുവിൻ്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ല മെസ്സാന്ന് വിചാരിക്കും. ഇതിനെ കൂടുതൽ എനിക്ക് വൃത്തിയാക്കി വെക്കാൻ അറിയത്തുമില്ല. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരാൾ ക്ലീൻ ചെയ്യാൻ എന്നെ സഹായിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ റുവി ആൻഡ് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് റുവിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അങ്ങനെ മെസ്സാക്കിയിടും നമ്മൾ, അല്ലേ? നമ്മുടെ ജേഡുക്കുട്ടൻ നല്ല പിന്നെ ഇപ്പം ലിജോയ്ക്കായി കുറ്റം. അല്ല, നീ വൃത്തികേടാക്കി ഇടുന്നല്ല. എടാ, ദുബായിന്ന് വല്ലപ്പോഴും വരുന്ന എൻ്റെ ലിജോപ്പൻ എന്ത് ചെയ്തടാ? ഇത് ഗസ്റ്റ് റൂമാണ്. ശരിയാ, ഇത് ആക്ച്വലി ഗസ്റ്റ് റൂമാണ്. പക്ഷെ നമ്മൾ ജേഡുവിൻ്റെ റൂമായിട്ട് ഉപയോഗിക്കുന്നു. ജേഡു മാറി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബങ്ക് ബെഡൊക്കെ വാങ്ങിച്ചു. ഇത് ജേഡുവിന് കിടക്കാനും താഴെ ഗസ്റ്റിന് കിടക്കാനും. പക്ഷെ ജേഡു ഇവിടെയും കിടക്കുന്നില്ല, ഇവിടെയും കിടക്കുന്നില്ല. ഇപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക്. അയ്യോ, ബോംബായോണ്ട് അല്ല, പിന്നെ അവൻ ഇവിടെ ആയിരുന്നു കിടക്കുന്നത്. ചുമ്മാ ഞങ്ങൾ ഇവനെ ഇവിടെ കിടത്തിയിട്ട് ഉറക്കിയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ പോവും. ഞങ്ങൾ ആ ബെഡ്റൂമിൽ കയറി കിടക്കാൻ തുടങ്ങുമ്പോൾ ഇവിടുന്ന് അവൻ എഴുന്നേറ്റ് അവിടെ വരും. ഇതാണ് ഇവിടുത്തെ സ്ഥിരം റൊട്ടീൻ. ഇവിടെ ലിജോങ്കളൊക്കെ ഗസ്റ്റ് വരുമ്പോൾ എന്താ പറയുക, ഇവിടെ കിടക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ബെഡ് വാങ്ങിച്ചതിൻ്റെ കാര്യം, കൊച്ചിന് മണ്ടേ കിടക്കുകയും ചെയ്യാം, ഗസ്റ്റുമാർക്കൊക്കെ താഴെ കിടക്കുകയും ചെയ്യാം. പിന്നെ ആകെ ഒരു പ്രശ്നം, ഇങ്ങനെ കിടന്നിട്ട് ഒരു വികാരത്തിൽ അല അടിക്കുമ്പോൾ പോയി ചാടി എഴുന്നേറ്റ തല മണ്ടേ അടിക്കും. ഇത്രേ ഉള്ളൂ, അല്ലേ? അതെ. പക്ഷെ ഇപ്പം തൽക്കാലം ഞാൻ ചിലപ്പോൾ ഇവിടെ കിടക്കും, ജേഡും താഴെ കിടക്കും. ഇത് ജേഡുവിന് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതെ, ഇത് നല്ല പുതിയ കട്ടിൽ ജേഡുവിന് വാങ്ങിച്ചു കൊടുത്താണ് ഈ വേട്ടാവളിയൻ. അത് മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് നോക്കി. പ്ലഷിയാണ് ജേഡുവിൻ്റെ, ഐക്കേന്ന് വാങ്ങിച്ച പ്ലഷി. ഇതിൽ കൂടുതലുണ്ട്. ഞാനും ജേഡുവും കൂടെ അടി വെക്കുമ്പോൾ ഞാനതെല്ലാം വെട്ടി തൂരക്കളയും. അല്ലെങ്കിൽ ഈ വീട് നിറച്ച് നിങ്ങൾക്ക് പ്ലഷിയും ഡൈനോസറിനെയും കാണാമായിരുന്നു. ജേഡു കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഇവൻ്റെ ഓരോ പ്ലഷി എടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലഷി ഇങ്ങനെ എടുക്കും. ഇത് കാണിക്കട്ടെ. ജേഡു വഴക്കുണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ഫ്ലഷി എടുക്കും, കഴുത്ത് വെട്ടും. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിരം കാര്യം. അപ്പം നിങ്ങൾ ഓർക്കുന്നത് ഞാൻ തമാശയൊക്കെ പറഞ്ഞ അന്ന് ഒരിക്കലുമല്ല. ഇത് കണ്ടോ, ഈ ഫ്ലഷിയൊക്കെ കഴുത്ത് വെട്ടിപ്പോയത്. പിന്നെ ആരുതേച്ചാണ് ഇത്? ഇവിടുത്തെ മുനയല്ല റുവി തയ്ച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ഇവനെ നോക്കാൻ വരുന്ന ആൻറ്റിമാരൊക്കെ തയ്ച്ചു വെക്കുന്നതാണ്. ജേഡു കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഇതിനെയൊക്കെ വെട്ടിക്കളഞ്ഞ്. എന്റെ ബോഡി എന്തേ? ബോഡി കളഞ്ഞു. ഇത് എങ്ങനെ ഡൈനോസർമാരുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ നമ്മൾ ഇവന് നല്ല ചുട്ട അടിയൊക്കെ കൊടുത്താൽ ഇവന് കുറച്ച് കഴിയുമ്പോൾ അടി മാർക്കും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ കുട്ടി ഓർത്തിരിക്കും, അല്ലേ കുട്ടി? ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതിന് ആരെങ്കിലുമൊക്കെ ചോദിക്കും. ഇത് പാൻ ഹോംസിൽ നിന്നല്ലേ വാങ്ങിച്ചേ? ഇത് പാൻ ഹോംസിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനം കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഇത് പിന്നെ തലയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് വേനെടുക്കല്ലോ, തലയടിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ ഇത് ജേഡു പഠിക്കുന്ന യൂണിറ്റ് എന്ന് പറയപ്പെടുന്നു. പഠിത്തം മാത്രം നടക്കുന്നില്ല. ഇവിടെ ഇരുന്നാണ് ജേഡുക്കുട്ടൻ പഠിക്കുന്നത്. മുഴുവൻ ജേഡുവിൻ്റെ ബുക്സാണ്. വിട്ടെ, ഇത് കണ്ടോ, ഇത് മുഴുവൻ ജേഡുവിൻ്റെ സ്റ്റോറി ബുക്സ്. ജേഡുക്കുട്ടൻ്റെ വിംബി കിഡ്സ്. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത് മുഴുവൻ
ഇത് ജഡുവിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ. മൗഗ്ലിയുടെ അനിയനായിട്ട് വരും കണ്ടാൽ. ഇവിടെ മൊത്തം ഇതിൻ്റെ താഴെ ഫുള്ള് ജഡുവിൻ്റെ ബുക്സാണ്. ലിവിങ് റൂമിൽ നമ്മൾ അത് ഞാൻ കാണിക്കാൻ പറഞ്ഞത് അത് മുഴുവൻ ജഡുവിൻ്റെ ബുക്സും നമ്മുടെ ബുക്സുമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര വായന. പണ്ടത്തെ എന്റെ ഫസ്റ്റ് ബുക്ക് ഇതൊരു മെർമെയ്ഡാണ്. അല്ല തോമസ് അതെ ജഡുവിൻ്റെ ഇത് കണ്ടോ, ജഡുവിന് നമ്മൾ ആദ്യം വാങ്ങിച്ചു കൊടുത്ത ബുക്ക് അതുവരെ ജഡു ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജേഡൻ ജസ്റ്റിൻ. ഇത് ജഡു ആദ്യമേ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ബുക്കായിരുന്നു അല്ലേ ജഡു? തോമസിന്റെ എന്നാ തോമസോ ദ ട്രെയിൻ ഒരു ഓർമ്മയ്ക്കായിട്ട് ജഡു എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പിള്ളേർ അതൊക്കെ കീറിക്കളയും. പിന്നെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ, പുള്ളി അതൊന്നും കീറിക്കളയല. എല്ലാം പറയാനുണ്ടോ? പിന്നെ ഈ ഭിത്തി ചുവർ ചിത്രകഥ ഇതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഭിത്തി മുഴുവൻ വരച്ച് ഒട്ടിച്ച് സ്റ്റിക്കറും വെച്ച് പറിച്ച് വെക്കുന്ന ഈ ഒരുത്തന. പിന്നെ ഇവിടെ ജഡുവിൻ്റെ സൈക്കിളുണ്ട്. ഇത് മുഴുവൻ എൻ്റെ കുഞ്ഞു 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 ചെടിശേഖരമാണ്. ഇൻ്റെ അല്ല, ജഡുവിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ചെടിശേഖരമാണ് ഇതെല്ലാം. നല്ല ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാം. ജഡുവിന് വേണം നടന്നു പോകാനുള്ള ദൂരം ഉണ്ടാകുന്നുള്ളൂ സൺറൈസ് ആയിരുന്നെങ്കിൽ. പക്ഷേ യു ആർ നോട്ട് സ്റ്റഡിങ് ഇൻ സൺറൈസ്. എൻ്റെ അമ്മ ജഡു ജെംസിലാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു ട്രെഡ്മില്ല് വന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലെയും പോലെ തുണികൾ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നടക്കാൻ തുടങ്ങുമ്പോൾ അങ്ങേർക്ക് ഒച്ച കേൾക്കുമെന്നും പറഞ്ഞ് 2 പ്രാവശ്യം വന്ന് പരാതിയും കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇത് ഒരു താജ്മഹലായി നിലകൊള്ളുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കബോർഡ്. ഈ കബോർഡിനകത്താണ് നമ്മുടെ ജഡുവിൻ്റെ സകലമാന ആക്രി ഊക്രി തുണികളും ജഡുവിൻ്റെ ഡ്രസ്സുകളെല്ലാം ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അയൺ സ്റ്റാൻഡുണ്ട്. നമ്മൾ അയൺ ചെയ്യുന്നത് ഇവിടെ കേട്ടോ, അയറൺ. ഓക്കെ, അതിവിടാണ് ചെയ്യുന്നത്. നമുക്ക് ചില ഫ്ലാറ്റിലെ പോലെ എന്താ പറയുക മെയ്ഡ് റൂമോ അല്ല സ്റ്റോർ റൂമോ ഒന്നുമില്ല. ഇത്രയും സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ സൗകര്യങ്ങളിൽ നമ്മൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പിന്നെ ഈ ഇത് ജഡുവിൻ്റെ ടോയ്സ് ആണ്. ഇത് രണ്ടും ഇവിടെ കുറേ പെട്ടി ഉണ്ടായിരുന്നു. ഒരു 2 പെട്ടി മൊത്തം നമ്മൾ കൊണ്ട് ഡൊണേറ്റ് ചെയ്താണ് റെഡ് ക്രസൻറ്റിന്. എന്നിട്ട് പിന്നെ മിച്ചം വന്നേക്കുന്നതാണ്. ഇത് മുഴുവൻ പുള്ളിക്കാരൻ്റെ സാധനങ്ങളാണ്. 12 വയസ്സായെങ്കിലും സ്റ്റിൽ ജഡുവിൻ്റെ സാധനങ്ങൾ. അത് രണ്ടും ഞങ്ങൾ ഓഫീസിലൊക്കെ കൊണ്ടുവന്ന ബാഗുകളാണ്. ഒരു ചെയർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഗസ്റ്റ് റൂമിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഞാനും ജസ്റ്റ് കിടക്കുന്നത്. സംടൈംസ് ജസ്റ്റോട് പിണങ്ങി ഞാൻ അപ്പുറത്ത്. പിണങ്ങിയില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഇവിടെ ഉണ്ട് അവൻ്റെ കുറേ ആക്രി ഊക്രി സാധനങ്ങൾ. ഇത് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടോ നമ്മുടെ എൻ്റെ വീഡിയോസിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ കണ്ടേക്കുന്നത്. ഇവിടെ ഉണ്ട് കുറേ ചുവർ ചിത്രങ്ങൾ, ജഡുവിൻ്റെ ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫ്ലാറ്റിലോട്ട് മാറി 13 വർഷം മുമ്പ് വാങ്ങിച്ച സാധനങ്ങളാട്ടോ എല്ലാം. അതുകൊണ്ടാണ് ഈ മറ്റേ രാജാരവിവർമ്മ കിടക്കുന്ന കൂട്ടൊക്കെ കട്ടിൽ വന്ന്. ഇന്നാണ് ഞങ്ങൾ ഇങ്ങനത്തെ കട്ടിലൊന്നും വാങ്ങിക്കുക. ഞങ്ങൾക്ക് തന്നെ ചിരി വരും അല്ലേ ശ്രീ? അന്ന് എന്തിനാവാ പഴശ്ശിരാജ കിടക്കുന്നത്, രാജാരവിവർമ്മയല്ല പഴശ്ശിരാജ കിടക്കുന്ന കൂട്ട് കട്ടിൽ. അവിടെ പിന്നെ അധികം സൂം ചെയ്ത് കളിക്കണ്ട. എൻ്റെ മേക്കപ്പ്സ് ഇത് എൻ്റെ ഡ്രസ്സിങ് മിററാണ്. എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും കണ്ട് ഇവിടെ ഇതെല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മേക്കപ്പ് ഓർഗനൈസർ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈയിടെ കൈകൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയി മേക്കപ്പ് ഓർഗനൈസർ. ഇനി അടുത്തത് വരുന്നിടം വരെ തൽക്കാലം ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ഇതൊക്കെ എൻ്റെ മേക്കപ്പ് ബാഗുകളാണ്. ടും 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 ഇതൊക്കെ എൻ്റെ മേക്കപ്പ് ബാഗുകൾ. പിന്നെ വേറെന്താണ്, ഡ്രസ്സിങ് ടേബിള്. അവിടെ ഒരു മാമാമേരിനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു, ഒരു ടി വി ഉണ്ടായിരുന്നു. ജസ്റ്റിൻ ജഡു സ്ഥിരം ഈ ടി വി കണ്ടുകൊണ്ട് കിടക്കും. ജസ്റ്റി ഉറങ്ങും. കൊച്ചു വെളുപ്പിനെ വരെ ടി വി കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു അസ്കേത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി തന്നെ നിർത്തിയത്. പിന്നെ മെയിൻ പ്രോബ്ലം ഞാൻ അതുകൊണ്ട് കൊച്ചു ടി വി കണ്ട് കിടക്കുന്നതുകൊണ്ട് ഈ ടി വി ഊരി പറിച്ച് കൊണ്ട് നാട്ടിൽ കൊണ്ടുവച്ചു ഇവിടുത്തെ ടി വി. അതിൻ്റെ ബ്രാക്കറ്റ് സ്റ്റിൽ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഹെയർ ബാൻഡ് ഇത് ഇങ്ങനെ ഊരി ഇവിടെ വെക്കും. അതാണിപ്പോൾ ഈ ടി വി ബ്രാക്കറ്റിൻ്റെ ഒരു യൂസ്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്, ചുമ്മാ ഇരുന്ന് ഫോണെ ഞെക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു എയർ പ്യൂരിഫയർ ആട്ടോ. ഇനി ഇത് കാണുമ്പോൾ ചോദിക്കിയത് ഇനി എന്താന്ന്. ഇതൊരു ഹ്യൂമിഡിഫയർ ആട്ടോ. ഇവിടെ 2 ഹ്യൂമിഡിഫയർ ഉണ്ട്, നോക്കിക്കടേ. ഇവിടെ ഒരു എയർ പ്യൂരിഫയറും ഉണ്ട്, ഒരു ഹ്യൂമിഡിഫയറും ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്തിനാ വാങ്ങിച്ചതെന്ന് മാത്രം എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇതെല്ലാം കാണുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഇവിടെ ഉണ്ട് എൻ്റെ ഒരു കുഞ്ഞ് മണി പ്ലാന്റ്. പിന്നെ ഇതുണ്ട് ഒരു സ്ലീപ്പിംഗ് ജോസഫ് ഉണ്ട് ഇവിടെ. സ്ലീപ്പിംഗ് ജോസഫിൻ്റെ അടിയിൽ എന്തെങ്കിലും സീക്രട്ട് ജസ്റ്റ് എഴുതി വെച്ചിട്ട് കാണും. ഞാൻ എഴുതി വായിച്ച് കാണിക്കാം.
ഇത് പിന്നെ ഇവിടെ ഒരു ഫോട്ടോസ്, പഴയ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഞാൻ പറഞ്ഞാൽ ഇന്നാളത്തെ വീഡിയോയ്ക്കകത്തൊക്കെ കാണിച്ച പോലെ സൺസെറ്റും സൺറൈസും ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നിച്ച് കാണാം. സൺസെറ്റ് ആവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൺറൈസ് സ്കൂൾ കാണാം. ഇതിൻ്റെ അങ്ങേപ്പുറത്ത് ഹുദ്രിയ തായ്ലൻഡ് ആട്ടോ. ആ പാലമൊക്കെ കണ്ടോ, ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഹുദ്രിയ തായ്ലൻഡ് കണ്ടോ പാലം. ഇതാണ് ഹുദ്രിയ തായ്ലൻഡിലോട്ട് പോകുന്ന പാലം. ഇപ്പോൾ ഈ സമയം കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ അവിടെ മൊത്തം കടലായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ അവിടെ മൊത്തം മണ്ണിട്ട് നികത്തി ആ ഐലൻഡ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് സൺറൈസ് സ്കൂളാണ് തൊട്ട് താഴെ കാണുന്നത്. നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ഇതെല്ലാം. ആ സൈഡ് നമ്മുടെ ഡിഫൻസ് റോഡാണ്. SKMC സെഹ ഷേഖ് ഖലീഫ ഹോസ്പിറ്റൽ കാണാം. ഒരു ഹോം ടൂർ വിത്ത് അബുദാബി ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ പ്രത്യേകത, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് കടൽ, അങ്ങോട്ട് മെറീന കേട്ടോ, മെറീന കോർണിഷാണ് ആ സൈഡ്. ഇവിടെ നോക്കി ഈ സൈഡ് ഫുള്ള് നമുക്ക് കടൽ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരവിടെ മണ്ണൊക്കെ നികത്തിയിട്ട് മൊത്തം മൺകൂനകൾ മാത്രമേ ഉള്ളൂ. ഷിപ്പൊക്കെ പോകുന്ന കാണാമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അതുവഴി ഒരു ഷിപ്പ് പോകുന്നത്. ഒത്തിരി ഷിപ്പ് പോകുന്ന സ്ഥലമായിരുന്നു. ഷിപ്പൊക്കെ പോകുന്നത് നന്നായിട്ട് കാണാമായിരുന്നു. ഷിപ്പ് ആ മണ്ണ് നികത്തി എനിക്കൊന്നും ഒരു ഐലൻഡായിട്ട് അവിടെ പണിയുന്നത് കൊണ്ട് നമുക്ക് ഷിപ്പ് പോകുന്നതൊന്നും കാണത്തില്ല. പക്ഷേ സ്റ്റില്ല് കടൽ കാണാം. കടൽ വ്യൂ ഉള്ള ഫ്ലാറ്റാണ് ഇത്. അപ്പം ഇതാണ് നമ്മുടെ പിന്നെ ഇവിടെ ഞാൻ കുറേ ഇതെല്ലാം എൻ്റെ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ചെടിക്കുട്ടന്മാരാണ്. ഞാൻ ചെടികൾ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഇവിടെ എല്ലാം. ഇത് മുഴുവൻ കരിഞ്ഞു പോയി. എന്ത് പറ്റുമോ എന്തോ കൂടിയോ കുറഞ്ഞോ പോയി, മാറ്റമാണുള്ളത്, ചെയ്യുന്നുണ്ട്. ഇത് മുഴുവൻ എൻ്റെ ചെടി കൃഷികളാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ബെഡ്റൂമിലെ ചെടികൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് വിൻഡോ ഗ്ലാസ്സാണ്. ആ സൈഡിൽ വിൻഡോ, ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ കബോർഡുകൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കബോർഡ്. നിങ്ങളെ കാണിക്കാൻ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണിക്കില്ല. ഇത് എൻ്റെയും ജസ്റ്റിൻ്റെയും ഡ്രസ്സുകൾ മാത്രം വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. കണ്ടില്ലേ മാസ്റ്റർ ബെഡ്റൂം? എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ രണ്ടാമത്തെ പ്ലേസ്. സമാധാനത്തോടെ ഞാൻ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം. ഇറങ്ങി വരുന്നത് നമ്മുടെ ബെഡ്റൂമിനകത്ത് ബാത്റൂം ഇല്ല കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മാസ്റ്റർ ബാത്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് മാസ്റ്റർ ബാത്റൂം. ഇതാണ് ആ വാഷ്റൂം. ട്വിങ്. ഇത് അത്യാവശ്യം മുഴുത്തൊരു വാഷ്റൂമാണ്. ഇത് നമ്മൾ കുളിക്കുന്ന ടബ് ഏരിയ. ഇത് പിന്നെ അവിടെ ഉണ്ട് കുറച്ച് എൻ്റെ മണി പ്ലാന്റ് കൃഷി. ഇവിടെ ഉണ്ട് എൻ്റെ മണി പ്ലാന്റ് കൃഷി. ഞാൻ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഞാൻ മണി പ്ലാന്റ് കൃഷി ചെയ്യും. ഇത്രയും സാധനങ്ങൾ. ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ഇവിടെ ഒരു മിററൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഒരുങ്ങുന്നത്, ബ്രഷ് ചെയ്യുന്നത് ഒക്കെ ഇത് ഈ വാഷ്റൂമിൽ നിന്നിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ഞങ്ങൾ യൂസ് ചെയ്യുന്ന വാഷ്റൂം ഇതാണ്. ഇത് ഞങ്ങളുടെ വാഷ്റൂം, മറ്റേത് ഗസ്റ്റിൻ്റെ വാഷ്റൂം. അപ്പോൾ പാസേജ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന 2 ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്, പാസേജിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ കിച്ചൺ. ഞാൻ പറഞ്ഞില്ല ഈ ഫ്ലാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞൊരു കോർണറിൽ ഏറ്റവും മൂലയ്ക്കാണ് കേട്ടോ. ഇതിങ്ങനെ ലിവിങ് റൂം ആ സൈഡ്, പിന്നെ 2 ബെഡ്റൂം ഈ സൈഡ്, പിന്നെ കിച്ചണായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. എൻ്റെ കിച്ചൺ നിങ്ങൾ എൻ്റെ വീഡിയോക്കകത്തൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഒത്തിരി സ്പേഷ്യസ് ഒന്നും അല്ല, നല്ല വൈറ്റ് കളറിലാണ് കിച്ചൺ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കിച്ചന്. ഇതാണ് കിച്ചണിലാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അവിടെ ഇതാണ്ട് കുറച്ച് എൻ്റെ ചെടി കൃഷികൾ, കുറച്ച് തക്കാളി കൃഷികൾ, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ നിന്ന് കിച്ചണിൽ നിന്ന് നോക്കിയാൽ ഈ സൈഡ് കണ്ടോ സൺസെറ്റ് ആയി വരുന്നതേ ഉള്ളൂ. SKMC ഹോസ്പിറ്റൽ കാണാം. സൈഡ് അൽവാദ മോള് നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നാൽ. ഇതാണ് നമ്മുടെ എയർപോർട്ട് റോഡ്. ഇത് എയർപോർട്ട് റോഡ് താഴെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു തുണി സ്റ്റാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു തുണി സ്റ്റാൻഡുണ്ട്, നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടുന്നത്. ഇവിടെ ഒരു കുഞ്ഞ് അയയുണ്ട്. പിന്നെ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടൊരു തുണി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. നിലത്ത് കുറച്ച് മണി പ്ലാന്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കയറി വരുന്നിടത്ത് പിന്നെ ഇവിടെ നമ്മൾ ഇവിടെ വേറൊരു കുഞ്ഞ് ഫ്രിഡ്ജ് കൂടെ നമുക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമുക്ക് 2 ഫ്രിഡ്ജ് ഉണ്ടെന്ന്. കാരണം ജസ്റ്റിക്ക് ഇറച്ചിയും മീനും ഒന്നും മറ്റേ ഫ്രിഡ്ജ് വെക്കുന്ന ഇഷ്ടമില്ല. എല്ലാം തേങ്ങ അങ്ങനത്തെ എല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് എന്താ പറയുന്നത്, നമ്മുടെ മീറ്റൊക്കെ വെക്കുന്നത്, അതെല്ലാം അത്യാവശ്യം വേണ്ട ആ ക്രൂക്കറി സാധനങ്ങളൊക്കെ ഇത് ഈ ഫ്രിഡ്ജിലാണ് കേട്ടോ. അതാണ് കിച്ചൻ്റെ. കണ്ടോ ഞാൻ പറഞ്ഞാൽ ഈ കിച്ചൻ്റെ ഇവിടെ ഫ്രിഡ്ജ് വെക്കാൻ മറ്റേ ഫ്രിഡ്ജ് പോവുകയില്ല. അല്ല ഞാൻ ഈ ഫ്രിഡ്ജ് എടുത്ത് കൊടുത്തേനെ. 2 ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല.
പക്ഷേ ഇതുകൊണ്ട് ഇവിടെ ആ ഫ്രിഡ്ജ് പോകുകയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ വാട്ടർ ഡിസ്പെൻസർ വരുന്നുണ്ട്, ക്ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞോ, ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റാൻഡ്. ഞാൻ ജസ്റ്റ് ഇച്ചിരി മുഴുത്ത ഒരു സ്റ്റാൻഡായിരുന്നു പറഞ്ഞിരുന്നത്, ഒരു വലിയ സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വാങ്ങിച്ചു വന്നപ്പോൾ ഇത്രയും കുഞ്ഞ് സ്റ്റാൻഡായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ സ്പേസ് കുറവായതുകൊണ്ട് എല്ലാം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചേക്കുന്നതാണ്. എൻ്റെ പാത്രങ്ങളൊക്കെ ഞാനിവിടെ വെച്ചേക്കുന്നത്. എൻ്റെ ചട്ടിയും കലവും ഒക്കെ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കപ്പളങ്ങ പഴുത്ത് വരുന്നുണ്ട്. ഇത് ഇത്രയും ഈ ഭാഗത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ സൈഡിൽ. നമ്മൾ ആ ഡോർ അടയ്ക്കുമ്പോൾ പാത്രമൊന്നും ആരും കാണുകയില്ല. ഇച്ചിരി മെനക്ക് ഇരുന്നോളും. ഇതല്ലേ ഇങ്ങനെ ഇരുന്നോളും. ഇവിടെ മെയിനായിട്ട് വരുന്നത് വാഷിംഗ് മെഷീൻ. ഇവിടുത്തെ എല്ലാം ഇൻബിൽറ്റ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനോടെ വെക്കാനുള്ള സ്പേസ്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. കുഞ്ഞൊരു ടേബിൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്നാമതിന് മൈക്രോവേവും വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വേറെ കുറേ ആക്രിസാധനം ഉണ്ടല്ലോ. നമ്മുടെ ആദ്യത്തെ ഡൈനിങ് ടേബിൾ, നമ്മളൊരു കുടുംബജീവിതം അബുദാബി തുടങ്ങിയപ്പോൾ ആദ്യം വാങ്ങിച്ച ടേബിളായിരുന്നു ഇത്. പിന്നെ എനിക്ക് കളയാൻ തോന്നിയില്ല. പക്ഷേ ഇത് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഈ കിച്ചണിൻ്റെ കുറേ സ്പേസ് അങ്ങ് പോയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ പിന്നെ ഉള്ളിക്കൊട്ട. ഞാൻ പിന്നെ ജസ്റ്റ് ഇല്ലാത്തപ്പം ഞാൻ ഡൈനിങ് ടേബിൾ ലിവിങ് റൂമിലോട്ടൊന്നും കഴിക്കാൻ പോകത്തില്ല. ഞാൻ ഇവിടെ ഇരുന്നാണ് ഞാൻ ഭോജനം കഴിക്കുന്നത്. ജസ്റ്റ് ഇല്ലാത്തപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ഒക്കെ കണ്ട് മമ്മിയെ വീഡിയോ കോളൊക്കെ വിളിക്കുന്നത് ഇവിടെ ഇരുന്നാണ്. എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞില്ലേ തീർക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന്. പിന്നെ ഇവിടെ മൈക്രോവേവ് ഓവൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നാൾ എന്നോട് ആരാണ്ട് പറഞ്ഞിട്ട് ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കാൻ. എനിക്ക് ആ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ മാവൊക്കെ കുഴയ്ക്കാൻ ഉപയോഗിക്കും, ചപ്പാത്തിയൊക്കെ. പിന്നെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഈ സാധനം എടുക്കും. പിന്നെ എയർ ഫ്രയർ ഉണ്ട്, എൻ്റെ കെറ്റിൽ ഇവിടെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇവിടെ സോഡാ മേക്കറുണ്ട്, ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ പിന്നെ കുഞ്ഞൊരു ടേബിളും കൂടെ ഉണ്ട്. ഈ ഇതിനകത്ത് എൻ്റെ എന്താ പറയുന്നത്, നമ്മൾ ഗ്രോസറി ബാഗുകൾ, സാധനങ്ങൾ, പിന്നെ സ്പൈസസ്, മസാലകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഓയിൽ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കുന്ന അത്യാവശ്യം പാത്രങ്ങളുണ്ടല്ലോ, കൊന്തയല്ല മൊന്ത, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പിന്നെ കിച്ചൺ ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്ന എന്താ വെച്ച് പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് ആര് പറയാം. ഇപ്പൊ ഒത്തിരി നാളെ ഉപയോഗിച്ചിട്ട് എനിക്കൊരു ചിരവയുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് മമ്മിയും പപ്പയും കൊണ്ട് തന്നൊരു സാധനം. ഇത് എനിക്ക് ശ്രീധരൻ കിട്ടിയത്. അത് നാട്ടിയാണ്. ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നിന്റെ കുണ്ടിക്കിട്ട് കൊണ്ടു ഇല്ല. ഇപ്പൊ കുണ്ടി 2 പീസായി. ഒരു സാധനമാണ് ചിരവ. ഇത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ കുക്കിംഗ് റേഞ്ച്. ഇന്നാൾ എന്നോട് ചോദിച്ചു കുക്കിംഗ് റേഞ്ചിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാവുന്ന. എന്ത് പറയാനായിട്ടാ, ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ കുക്കിംഗ് റേഞ്ചാണ്. എനിക്കൊന്നൊരു 10 വർഷമായില്ല നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഈ ഫ്ലാറ്റ് വാങ്ങിച്ച് മാറിയപ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചല്ലേ. നമ്മൾ കാലിഫോർണിയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഈ കുക്കിംഗ് റേഞ്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് എന്താ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കുക്കിംഗ് റേഞ്ച് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയും. ഇതുണ്ട് ഈ ഒരു സാധനം. ഇപ്പം കണ്ടാലും നല്ല ഫ്രഷ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നേ. ചുമ്മാ തോന്നിവാസം പറയരുത്. 12 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ സാധനം. ഇതാണ് നമ്മുടെ ബോഷിൻ്റെ കുക്കിംഗ് റേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ, കുക്കിംഗ് റേഞ്ച്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ പാത്രം ചെറുമിക്കുന്നത്, കഴുകുന്നത്. പിന്നെ ഇത് ഇന്നാളെ ജസ്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ട് ഇനി മണ്ട വെക്കാമല്ലോ. ഇത് പിന്നെ കബോർഡ്. എൻ്റെ മല്ലിപ്പൊടി, കായപ്പൊടി എല്ലാ സാധനങ്ങളും കബോർഡിലാണ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവശ്വാസം പോലെ, എൻ്റെ ജീവവായു പോലെ. ഇതിൻ്റെ മണ്ടയിലും കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന കൊട്ട, അതോടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഈയിടെ വിട്ടാ കേട്ടോ. ഇത് നല്ല നീളം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വെട്ടി വേറെ നട്ടതാണ്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഈയിടെ വിട്ടിട്ട് കണ്ട് ഇപ്പോൾ ഇത് കിളുത്ത് വരുന്നുള്ളൂ. നല്ല താഴെ വരെ നീളം ഉണ്ടായിരുന്നേ, വെട്ടിക്കളഞ്ഞ. അപ്പോൾ അത് പൊട്ടി കിളുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അബുദാബിയിലെ ഹോം ടൂറ്. അബുദാബിയിലെ നമ്മുടെ 2 ബെഡ്റൂം ഫ്ലാറ്റ്, എൻ്റെ ഹോം ടൂറ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഹോം ടൂർ കാണിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണല്ലോ, നാട്ടിലെ വെച്ചൊന്നും കമ്പയർ ചെയ്ത് കേട്ടോ, അല്ലെ അമേരിക്കയിലൊന്നും വെച്ചൊന്നും കമ്പയർ ചെയ്യരുത്. ഇവിടേക്ക് ഇത്രേ ഫെസിലിറ്റി ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ പോയിച്ച് വരാം.